എടാ ഷിൻചാനെ പിഞ്ചാനെ എടാ എന്തുവാടാ ചെയ്യേണ്ടത്? ഇതിപ്പോ ഇയാള് പറയുന്നതൊക്കെ കേട്ടിട്ട് പാവം തോന്നുന്നു. എടാ നമ്മുടെ വീടും ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കും സങ്കടമൊക്കെ വരത്തില്ലേ? അപ്പൊ അതേപോലെ ഇയാൾക്കും വിഷമം വന്നിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. അതേ ഫ്രാങ്കിലാണ് എന്തായാലും ഇയാളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഫ്രാങ്കിലാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനേ അതാകുമ്പോ ഇയാൾക്ക് ഒരു സന്തോഷം ആവുമല്ലോ. എന്തായാലും ആ ഫ്രാങ്കിലാണോ നമുക്ക് ഇയാളുടെ സിറ്റിയിലേക്ക് പോയിട്ട് ഇയാളുടെ വീട്ടിലുള്ള അവന്മാരെയൊക്കെ അടിച്ചിറക്കിയിട്ട് ആ ഒരു വീട് അവന്മാർക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ഫ്രാങ്കിലാണോ അത്രയ്ക്ക് നമ്മളെ വിശ്വസിച്ചിട്ടില്ല ഇയാളാണെങ്കിൽ ആ ഒരു സിറ്റിയിൽ നമ്മളെ തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയും ദൂരം വരെ കഷ്ടപ്പെട്ട് വന്നത് അതുകൊണ്ട് ഇയാളെ മടക്കി അയക്കണ്ടാണ് എന്റെ അഭിപ്രായം. ആ ഓക്കെ 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 ഷിൻചാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ അപ്പൊ ചേട്ടൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ ഞാനാണെങ്കിൽ ട്രെയിനിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ട്രെയിനിലോ? എന്റെ മോനെ ട്രെയിനിലാണോ ഇവിടെ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത്? ചേട്ടൻ എന്തായാലും വന്ന് കേറിക്കോ, നമുക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം ഈ അടുത്ത്. ഓക്കെ 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 പക്ഷെ എന്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല കേട്ടോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ ക്യാഷിന്റെ ആവശ്യമൊന്നും ഇല്ല ചേട്ടാ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ എന്തായാലും സെറ്റ് ആക്കിക്കോളാം. ചേട്ടൻ ഒന്നും പേടിക്കുകയൊന്നും വേണ്ട. ഓക്കെ കേസ് അപ്പൊ എന്തായാലും ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നേരെ ഇയാളുടെ സിറ്റിയിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത്. ഒരു പണിയില്ലാതെ വീട്ടിൽ നിന്നപ്പോൾ വണ്ടി കഴുകാന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതായിരുന്നു. അപ്പോഴും കാണാൻ താണ്ട ഒരാളാണെങ്കിൽ ട്രെയിൻ പിടിച്ചിട്ട് നമുക്കൊരു പണിയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ എന്നാ പിന്നെ നേരെ നമുക്ക് ഇയാളുടെ സിറ്റിയിലേക്ക് പോയേക്കാം. ഇയാളും പറയുന്നത് ഇയാളുടെ പേരും ഫ്രാങ്ക്ലിൻ എന്നാണ്. ഇയാളുടെ സിറ്റിയിലെ ഫ്രാങ്ക്ലിൻ ഇയാളാണെന്നാണ് കേസ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കേസ്. അപ്പൊ ഇയാളുടെ സിറ്റിയും ഇയാളെയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. നേരെ പോട്ട ഫ്രാങ്കിലാണ് എയർപോർട്ടിലേക്ക് നമുക്ക് അവിടെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഇയാളുടെ സിറ്റിയിലേക്ക് പോകാൻ എന്നിട്ട് ഇയാളുടെ വീടൊക്കെ അവിടെ എത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന ഒരു ഫ്രാങ്കിലാണ് ഇയാളുടെ സിറ്റിയൊക്കെ അടിച്ച് കറങ്ങി കണ്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊക്കെ തന്നെ തിരിച്ചു വരാം. ഷിൻചാനേടാ നമ്മൾ ട്രിപ്പ് പോകുന്നതല്ല കേട്ടോ, ഇയാളുടെ സിറ്റിയിലെ ഇയാളുടെ പ്രശ്നം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, അത് ഓർമ്മ വേണം. അതേ ഫ്രാങ്കിലാണ് പക്ഷെ നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇയാളുടെ സിറ്റിയിലേക്ക് പോകുന്നതല്ലേ അപ്പൊ നമ്മൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് വരുന്നില്ലേ ഫ്രാങ്കിലാണോ നല്ലത്. എടാ ഫ്രാങ്കിളിനെ ഈ ഒരു കുട്ടി ചെറുക്കന്റെ പേരെന്തുവായിരുന്നു? ഷിൻചാനല്ലേ? ഈ ഷിൻചാൻ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. നിങ്ങളാണെങ്കിൽ വന്നിട്ട് ആ ഒരു വീടൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. നിങ്ങളാണെങ്കിൽ ഞാൻ എന്റെ സിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ച് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. എന്റെ സിറ്റിയൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ലോസ് ആൻഡോസ് സിറ്റിയിൽ അത്രയും വരത്തില്ലെങ്കിലും എന്റെ സിറ്റിയിൽ നല്ല രീതിയിൽ കാണാനൊക്കെ ഉണ്ട്. ഓക്കെ ഏട്ടാ ഓക്കെ 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 അതൊക്കെ എന്തായാലും നമുക്ക് സെറ്റാക്കാം. ആദ്യം നമുക്ക് എയർപോർട്ടിലേക്ക് പോയിട്ട് ഫ്ലൈറ്റ് എടുത്ത് നമുക്ക് നേരെ ചേട്ടന്റെ സിറ്റിയിലേക്ക് പോവാം. സീസണിന് അവസാനം ഞങ്ങളാണെങ്കിൽ ഇയാളുടെ സിറ്റിയിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ എവിടെയാണ് ചേട്ടാ ചേട്ടന്റെ വീടൊക്കെ? ഇതാണ് കേട്ടോ ഇയാളുടെ സിറ്റിയിലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ. എന്റെ വീടാണെങ്കിൽ ഒരു എയർപോർട്ടിന്റെ തൊട്ടടുത്തേക്ക് തന്നെയാണ് വീട് വരുന്നത്. എനിക്ക് ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു വണ്ടി അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ സെറ്റ് അപ്പൊ വണ്ടി എത്രയും പെട്ടെന്ന് വരട്ടെ. അങ്ങനെ അയാളാണെങ്കിൽ അയാളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ ഓടിച്ചോളാം ചേട്ടാ. കേറിക്കോ. ചേട്ടനാണെങ്കിൽ ഫുള്ള് ടെൻഷൻ അടിച്ചിട്ട് കയ്യിൽ ഇരിക്കുന്നുണ്ട്, വീട് കിട്ടുമോ ഇല്ല എന്നൊക്കെ. എന്റെ മോനെ ഇതാണെങ്കിൽ ഒരു ഫോറിന്റെ വണ്ടിയൊക്കെ ആണല്ലോ, ഇത് സെറ്റ് സാധനമാണല്ലോ. ലാൻഡ് ക്രൂസർ വല്ലതും ആണോ ഇതാണെങ്കിൽ?